പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, 1994 ഞാൻ പട്ടം സ്വീകരിച്ചത്. പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് പോട്ട ശുശ്രൂഷ ആരംഭിക്കുന്ന സമയമാണ്. ആ നാളുകളിൽ ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് പലവിധത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ വിൻസെഷൻ ആയതുകൊണ്ട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എഡ്യൂക്കേഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് റീജൻസ് ചെയ്തത്. അതുകൊണ്ട് അച്ഛനായി കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സംബന്ധമായ കാര്യങ്ങളിലായിരിക്കും എൻ്റെ വിളി എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ നാളുകളിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്ന് പറയുന്നത് എനിക്ക് വളരെ അലർജിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ഉത്തരം കൊടുക്കാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം ഇവിടുത്തെ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് സെമിനാരിക്കാരുടെ ഇടയിൽ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ആ സമയത്ത് കൃത്യമായൊരു ഉത്തരം കൊടുക്കാൻ സാധിക്കാതെ ഞാൻ പിന്മാറുന്ന ഒരു മനോഭാവത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അച്ഛനായതിനു ശേഷം എനിക്ക് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് പോട്ട ആശ്രമത്തിലെ അവിടുത്തെ ഫൈനാൻസ് ഓഫീസറായിട്ടാണ്. ഞാൻ അന്നാണ് ആദ്യമായിട്ട് പ്രൈസ് ദി ലോർഡ് പറയാനായിട്ട് പഠിച്ചത്. അന്ന് തുടങ്ങിയ പ്രൈസ് ദി ലോർഡ് ഇപ്പോൾ ഞാൻ 31 വർഷം വൈദിക ജീവിതത്തിൽ പിന്നിട്ടു. ഇന്ന് വരെ ഒറ്റ ദിവസം പോലും പ്രൈസ് ദി ലോർഡ് പറയാത്ത ദിവസമില്ല. അത് അനേക ആയിരം ലക്ഷങ്ങൾ പ്രൈസ് ദി ലോർഡ് പറയുന്ന വ്യക്തിയായി കഴിഞ്ഞ 31 വർഷങ്ങളായിട്ട് എന്നെ കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അഭിമാനമുള്ള കാര്യമാണ്. കാരണം പോട്ടയിൽ നിന്ന് ആരംഭിച്ച വചന ശുശ്രൂഷ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ 31 വർഷവും ഇന്ന് വരെ ഈ പോട്ട ഡിവൈൻ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടതല്ലാത്ത വേറൊരു ശുശ്രൂഷയും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ പോയി വീണ്ടും വരുന്നത്. അപ്പോൾ ഏതാണ്ട് 21ാമത്തെ വർഷമാണ് ഈ ഡിവൈനിൽ ശുശ്രൂഷിക്കാനായിട്ട് വീണ്ടും അവസരം കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഞാൻ ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ ധ്യാനമന്ദിരവുമായി ബന്ധപ്പെട്ട കൗൺസിലറും അസിസ്റ്റൻറ്റ് പ്രൊവിൻഷ്യലൊക്കെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ പ്രൊവിൻസിൽ ഏതാണ്ട് 45ഓളം ധ്യാന കേന്ദ്രങ്ങളുണ്ട്. ഈ 45ഓളം ധ്യാന കേന്ദ്രങ്ങളെല്ലാം സന്ദർശിക്കാനും അതുപോലെ ഈ ഫീൽഡുമായി ബന്ധപ്പെട്ടതായ കാര്യമായതുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന ഏത് കാര്യങ്ങളെയും പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ കഴിയുന്നത്ര അവിടെയൊക്കെ സഹായം നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ ധ്യാനമന്ദിരത്തിൽ ഡിവൈനിൽ ആദ്യമായിട്ട് വരുമ്പോൾ ഇവിടെ നായിക്കമ്പറച്ചനും പനക്കിലച്ചനും വലിയൊരച്ഛനും 3 അച്ഛന്മാരുടെ കൂടെ അവരെല്ലാം വചന ശുശ്രൂഷ മേഖലകളിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാനും അഡ്മിനിസ്ട്രേഷൻ തലങ്ങളിൽ ഒരു കുറവുണ്ടായിരുന്നു. ആ കുറവിനെ പരിഹരിക്കാൻ തക്ക വിധത്തിൽ ദൈവം അന്ന് മുതൽ എന്നെ ഉപയോഗിച്ചു. വചന ശുശ്രൂഷയും അഡ്മിനിസ്ട്രേഷനും രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ തക്ക വിധത്തിൽ വലിയ അറിവും കഴിവും പ്രാപ്തിയൊന്നുമില്ലാത്ത എന്നെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളിലെ ഉപകരണമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നിലൂടെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവത്തിന് സാധിച്ചു. ചിലപ്പോൾ ഈ ശുശ്രൂഷ മേഖലകളിൽ എനിക്ക് ഉണ്ടായി എന്ന് മറ്റുള്ളവർ കേൾക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഒരു വൈദികനെതിരെ, പ്രത്യേകിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രം പോലെയുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഒരു വ്യക്തിക്കെതിരെ ഏറ്റവും വൈദികരെ താഴ്ത്തിക്കെട്ടാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് പെണ്ണുകേസ് വരിക എന്നുള്ളത്. അങ്ങനെ ഒരു പെണ്ണുകേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോഴും ആ സമയങ്ങളിലെല്ലാം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെ
ഉള്ളം കയ്യിൽ സ്വീകരിച്ച് ഉള്ളം കയ്യിൽ പേര് നയിക്കുന്നവരുണ്ട്. എനിക്ക് ഈ കർത്താവിൻ്റെ ഉള്ളം കയ്യിലായിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അന്നാ മനസ്സിലായത്. അതായത് ഉള്ളം കയ്യിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ലോകത്തിലെ ഏതൊരു വ്യക്തികൾ കുറ്റപ്പെടുത്തലിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ, കളിയാക്കലിൻ്റെ, അപമാനത്തിൻ്റെ, നിന്ദനത്തിൻ്റെ കല്ല് പെറുക്കി എറിഞ്ഞാലും കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നത് കൊണ്ട് കർത്താവ് ലോകത്തിൻ്റെ എവിടെ നിന്നെല്ലാം ഏറ് വരുന്നോ ആ ഏറ് വരുന്നതിനനുസരിച്ച് കർത്താവിൻ്റെ ഉള്ളം കയ്യിലായിരിക്കുന്ന ആളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. എവിടെ നിന്നെല്ലാം ഏറ് വന്നാലും അതിൽ ഒന്നും കൊള്ളിയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ആ നാളുകളിൽ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പനക്കലച്ചനോടും ഞങ്ങൾ ഇങ്ങനെ ചോദിക്കും, അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അവിടെ എങ്ങനെ നിൽക്കാൻ സാധിക്കുന്നു? അപ്പോൾ അച്ഛൻ കൊടുത്തൊരു ഉത്തരവുണ്ട്, ഞങ്ങൾ നോഹിൻ്റെ പെട്ടകത്തിലായെന്ന പോലെ ഞങ്ങൾ നോഹിൻ്റെ പെട്ടകത്തിലാണ്. എന്ന് പറഞ്ഞാൽ പുറത്ത് പേമാര്, വെള്ളപ്പൊക്കം എല്ലാം ഉണ്ടാവും. നോഹിൻ്റെ പെട്ടകത്തിലുള്ളവർക്ക് ഏതൊന്നും ബാധിച്ചില്ല. അതെല്ലാം ഏറ്റവും സുരക്ഷത്തിൻ്റെ അടയാളമായി, സുരക്ഷത്തിൻ്റെ സ്ഥലമായി കർത്താവ് നയിച്ചു. അപ്പോൾ എല്ലാത്തിലും ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകും. അപ്പോൾ ഈ പലവിധത്തിലുള്ള തെറ്റിദ്ധാരണകളും കുറ്റം വിധികളും ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യർ ചിന്തിക്കും, എന്നാലും എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ. പക്ഷേ ഒരിക്കലും എനിക്ക് അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെയെല്ലാം കേൾക്കാനിടയായല്ലോ എന്നോർത്ത് ഒരിക്കൽ പോലും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഒരിക്കൽ പോലും വേദന ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം യേശു പറഞ്ഞതായ രണ്ട് കാര്യമാണ്. ഒന്ന്, ഈശോ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 20-ാം തിരുവചനം, അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും, അവർ എൻ്റെ മുഖത്ത് തുപ്പിയെങ്കിൽ നിങ്ങളുടെ മുഖത്തും തുപ്പും, അവർ എനിക്കിതെല്ലാം തന്നെങ്കിൽ നിങ്ങൾക്കും തരും. അപ്പം അതുകൊണ്ട് ഈശോയ്ക്ക് ഉണ്ടായത് അത്രയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ എന്നോർത്തുള്ള സന്തോഷമായിരുന്നു ആ നാളുകളിൽ എനിക്കുണ്ടായിരുന്നത്. രണ്ടാമത്തെ വചനം നമുക്കറിയാം, 1 പത്രോസ് 4-ാം അധ്യായം 12-ാം തിരുവചനം, നിങ്ങളെ പരിശോധിക്കാനായിട്ട് അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തോ സംഭവിച്ച പോലെ നിങ്ങൾ അന്താളിക്കരുത്. അതെ, ദൈവം അനുവദിക്കുന്ന ഓരോ കാര്യവും ഞാനും നിങ്ങളൊക്കെ ആനന്ദത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദൈവം അതിലൂടെ അത്യധികം ഉയർത്തും എന്നതായ ആ വലിയ ബോധ്യം കഴിഞ്ഞ നാളുകളിലെ പൗരോഹിത്യ ശുശ്രൂഷയിൽ, വചന ശുശ്രൂഷയിൽ എനിക്ക് കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് നമ്മുടെയൊക്കെ ശുശ്രൂഷ ഏതായാലും, വൈദികരുടേതായാലും, സിസ്റ്റേഴ്സിൻ്റെതായാലും, അൽമാരുടേതായാലും, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയിൽ വളരാനായിട്ട് ദൈവം തരുന്ന വ്യത്യസ്തമായ അനുഭവത്തെ ആനന്ദത്തോടെ സ്വീകരിച്ച് ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചാൽ ഒന്നിനും കുറവ് വരാതെ കർത്താവ് എല്ലാത്തിനും പരിപാലിക്കും, നയിക്കും എന്ന ബോധ്യമാണ് എനിക്ക് കിട്ടിയത്. ആ ബോധ്യം നിങ്ങളുടേതുമായ ഇതുപോലുള്ള അവസരത്തിൽ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രാർത്ഥനയും ആശംസയും. നല്ലവനായ ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു.